ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വ്ളോഗ്. ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞൊരു ദിവസം ഞാൻ ഹസ്ബൻഡിൻ്റെ മരണത്തിനെ പറ്റിയുള്ള വ്ളോഗ് ചെയ്തപ്പോഴത്തേക്കിന് എനിക്ക് അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നു. അപ്പോൾ അതിനകത്ത് ഒരു കമൻറ്റ് വന്നതിനെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ആ കമൻറ്റ് ഇട്ടത് ആരാന്നും എനിക്ക് വ്യക്തമായിട്ടറിയാം. ആ കമൻറ്റിൻ്റെ പേര് നിഞ്ച, അങ്ങനെങ്ങാണ്ടാണ് ഒരു ഐഡിയിൽ നിന്ന് ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. ഇവള് പറയുന്നത് മൊത്തം കള്ളത്തരങ്ങളാണ്, ഇതൊന്നും ആരും വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കമൻറ്റ് ചെയ്ത ആളെ നമുക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ ആ പേര് വെളിപ്പെടുത്താൻ, വ്യക്തിഹത്യ ചെയ്യാൻ ഞാനിവിടെ താല്പര്യപ്പെടുന്നില്ല. അപ്പം ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ അന്ന് കഴിഞ്ഞ ദിവസത്തെ വ്ലോഗിൽ തന്നെ പറഞ്ഞായിരുന്നു, നമ്മുടെ ഈ കല്യാണം ഒരു സ്ത്രീധനത്തിൻ്റെ പേരിൽ നടന്ന ഒരു കല്യാണമാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വീട്ടിൽ ഈ അറേഞ്ച്ഡ് മാരേജ് വന്ന് ഇവർ ആലോചിച്ചപ്പോഴത്തേക്കിന് 17 ദിവസം കൊണ്ട് ഇവർ മതപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും ഇവർ നടത്തി. നിക്കാഹ് എന്നൊരു പേരിൽ ഇവർ നടത്തി. പക്ഷേ ഈ നിക്കാഹ് നടത്തിയെന്ന് പറഞ്ഞാലും ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ യാതൊരുവിധ ഫിസിക്കൽ റിലേഷൻഷിപ്പും പാടില്ല എന്നൊരു വ്യവസ്ഥയിലായിരുന്നു ഈ നിക്കാഹ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് സ്ത്രീധനം കൊടുക്കാൻ അവിടെ പൈസ ഇല്ലായിരുന്നു. ആ പൈസ ഇല്ലാഞ്ഞ സാഹചര്യത്തിൽ ഈ നിക്കാഹ് ചെയ്തു വെക്കാൻ ഇവരുടെ വീട്ടുകാർക്ക് പേടിയും ഉണ്ടായിരുന്നു. പക്ഷേ മകന് വേറൊരു ബന്ധം, ഇതിലും നല്ലൊരു ബന്ധം കിട്ടത്തില്ല എന്നൊരു പേരിൽ ഇവർക്ക് ഈ കല്യാണം തന്നെ എങ്ങനെയും നടത്തണം എന്നുള്ള രീതിയിലാണ് ഇവർ ഈ നിക്കാഹ് ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഈ നിക്കാഹ് ചെയ്ത് വെക്കുന്നതിന് മുന്നേ ഇവരുടെ ഫാദർ ഒരു വ്യവസ്ഥ നമ്മുടെ വീട്ടുകാരുമായിട്ട് ഉണ്ടാക്കി. ഈ വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ കോൺട്രാക്റ്റ് ആണ്. ഈ കോൺട്രാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 1-2 പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടെ ടൗണിൽ തന്നെ. അപ്പം അതിലെ ഏറ്റവും വില കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി ഇത്ര കാലയളവിൽ ഇവർക്ക് നമ്മൾ സ്ത്രീധനം ആവശ്യപ്പെട്ട തുക ഇവർക്ക് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ പൂർണ്ണ അവകാശം ഈ ഫാദറിലോടെ പേരിലോട്ട് പോകും എന്ന് പറഞ്ഞ് ഈ പ്രോപ്പർട്ടി ഉടമയായ എൻ്റെ മദറിൻ്റെ പേരിൽ നിന്ന് വാങ്ങിച്ച ഒരു കോൺട്രാക്റ്റാണ് ഈ കാണുന്നത്. ഇത്ര കാലയളവിനുള്ളിൽ ഈ കോൺട്രാക്റ്റ് നമ്മൾ ഒബേ ചെയ്യണമെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു നിത്യവരുമാനമാണ് ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. റെൻറ്റ് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പം പിന്നെ നമ്മളപ്പം ഫാദർ വിചാരിച്ചു, അപ്പം ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മുടെ വീട്ടുകാർക്കൊരു എതിർപ്പ് വന്നു. പിന്നെ എൻ്റെ ഫാദർ, സത്യം പറഞ്ഞാൽ എൻ്റെ ഫാദറിൻ്റെ കയ്യിലും നല്ല തെറ്റുണ്ട് ഗൈസ്. ബിക്കോസ് എൻ്റെ ഫാദറിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആക്കിയത്. ബിക്കോസ് പുള്ളിക്കാരൻ്റെ ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ, മകളെ ഒരു ബിസിനസ്സുകാരനെ കൊണ്ട് കെട്ടിക്കണം, ഒരു സാധാരണ ഒരു ജോലിക്കാരനെ കൊണ്ടൊന്നും കെട്ടിച്ചാൽ നന്നായിട്ട് അവളെ നോക്കത്തില്ല എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. പിന്നെ എൻ്റെ ഫാദറിന് അങ്ങനത്തെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആളോട് പറഞ്ഞു കൊടുക്കാൻ നോക്കിയായിരുന്നു. പക്ഷേ എൻ്റെ ഫാദറിന് എൻ്റെ കല്യാണത്തിനെ പറ്റി ഒരു പ്രത്യേക ഒരു കൺസെപ്റ്റും കാര്യങ്ങളും ആയിരുന്നു. പിന്നെ ഞാനപ്പം എതിർത്തായിരുന്നു. പക്ഷേങ്കിൽ ആള് ഒരുപാട് വിഷമിക്കുന്ന കണ്ടപ്പോഴത്തേക്കിന് എനിക്ക് ഈ കല്യാണം സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ വ്ളോഗിൽ, നമ്മുടെ ഒരു വീട് വിറ്റേച്ചാണ് നമ്മൾ ഈ കല്യാണം നടത്തുന്നത്. അപ്പോൾ ഒരു 10 മാസത്തെ ഒരു ഗ്യാപ്പ് വന്നു. ആ 10 മാസത്തിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയ്ക്കും നമുക്ക് ഈ കല്യാണം മുടക്കാൻ വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വന്നായിരുന്നു. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ കസിൻസ്, അതായത് വാടക ഗുണ്ടകളെ വരെ ഇറക്കുകയും വരെ ചെയ്തു. നമ്മുടെ ഈ കല്യാണം മുടക്കാൻ വേണ്ടി വാടക ഗുണ്ടകളെ ഇറക്കുകയും, പിന്നെ നമ്മുടെ ഹസ്ബൻഡ് നല്ല ഫെയർ ആയിരുന്നു, നല്ല വെളുത്തിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഹസ്ബൻഡിന് അത്രയും നിറമില്ല. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദറിന് നിറക്കുറവാണ്. പിന്നെ നമ്മൾ ഒരു ദിവസം ഒരു കസിൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ ഒരു ഫോട്ടോ അയച്ചു തരുമോയെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ കൂടുതലായിട്ടൊന്നും ചിന്തിക്കത്തില്ല, നമുക്കൊന്ന് 18 വയസ്സല്ലേ ഉള്ളൂ. ഞാനാണെങ്കിൽ വീട്ടിലിരിക്കുന്ന കോലത്തിൻ്റെ ഓരോ ഫോട്ടോ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവരും ഹസ്ബൻഡും കൂടെ കമൻറ്റ് ചെയ്തതാണ്, ഇവരെയൊക്കെ കണ്ടിട്ട് ലോക്കൽസിനെ പോലെ ഉണ്ടല്ലോ എന്ന് അവർ കമൻറ്റ് ചെയ്താൽ. അത് നമ്മുടെ മദറിലോ വിളിച്ചിട്ട് അതേപടി നമ്മളോട് പറയുകയും ചെയ്യും. നമ്മൾ മെൻ്റലി ഭയങ്കര നമുക്ക് വിഷമമാകും. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കല്യാണത്തിൻ്റെ അടുത്ത് ഇടയ്ക്ക് ഫേസ് ചെയ്തു. വേറെ കസിൻസ് ഉണ്ട്, നമ്മൾ നല്ല പേര് കേട്ട കുടുംബക്കാരല്ല, ഇവരുടെ ഒപ്പം പേര് കേട്ട കുടുംബക്കാരല്ല, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഒരുപാട്. പക്ഷേ ഞാൻ ഇന്ന് ഓർക്കുന്നു, ഇവരൊക്കെ ഈ കല്യാണം ഒന്ന് മുടക്കിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീടൊക്കെ വിറ്റിട്ട് ഇവർക്ക് ഈ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് സത്യം പറഞ്ഞാൽ നമ്മളോട് ഇവർ പറഞ്ഞത്, ഈ ആൾക്ക്
മസ്കറ്റിലെ സ്ക്രാപ്പിൻ്റെ സ്വന്തമായിട്ടുള്ള ബിസിനസ്സാണെന്നാണ് പറഞ്ഞത് ഈ കല്യാണം നടത്തുന്നത്. പക്ഷെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഈ ആളുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ പച്ചക്കറി വണ്ടിയിലെ ഡ്രൈവർ ആയിരുന്നു എന്ന് നമ്മൾ അറിയുന്നത് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. ചെറിയ തുച്ഛമായ സാലറിയേ ഉള്ളൂ, ഏകദേശം ഒരു 1,00,000 രൂപ സാലറി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് ഇവർ ഈ കല്യാണം ചെയ്യുന്നത്. ചെറിയ തുച്ഛമായ സാലറിയേ ഉള്ളൂ, ആളുടെ ചെലവിന് തന്നെ അവിടെ തികയുന്നുള്ളൂ ഈ പൈസ, ഇങ്ങോട്ട് നാട്ടിലോട്ടൊന്നും അയക്കാൻ ഇല്ല. അപ്പോൾ നമ്മുടെ ഈ കല്യാണമൊക്കെ ഇവർ ഗംഭീരമായിട്ട് ഈ 10 മാസം കഴിഞ്ഞ് നമ്മൾ സ്ത്രീധനം കൊടുത്തതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവർ കല്യാണമൊക്കെ നടത്തി കഴിഞ്ഞ് നമ്മൾ ഇവരുടെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് മനസ്സിലാകുന്നത് ഇവർക്ക് നേരത്തെ ഇവരുടെ സ്വത്തുവകകൾക്ക് കുറേ ലോണ് കുടിശ്ശികകളുണ്ടെന്ന്. അങ്ങനെ എൻ്റെ ആദ്യം ഞാൻ ചെന്നതിൻ്റെ പിറ്റേന്ന് തന്നെ എൻ്റെ ഒരു 10 പവൻ്റെ ഒരു മാല എടുത്ത് ഇവർ ഈ കുടിശ്ശികളൊക്കെ തീർക്കാൻ വേണ്ടി കൊണ്ടുപോയി പണയം വെച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇപ്പം ഹസ്ബൻഡിൻ്റെ വിവരങ്ങളൊക്കെ എനിക്ക് ആ സമയം കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് മനസ്സിലായി വരുന്ന ഒരു സമയമായിരുന്നു. അപ്പം പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ഒരു അത്യാവശ്യം ഒരു നല്ല ഒരു വീട്ടിലെ ആളാണ്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം നല്ല പെർഫെക്റ്റായിട്ടാണ് കുടുംബക്കാരെല്ലാം ജീവിക്കുന്നത്. അവരവരുടെ കാര്യങ്ങൾ നോക്കി എല്ലാം പെർഫെക്റ്റായിട്ടാണ് പോകുന്നത്. പക്ഷേ പുള്ളി എന്ന് പറഞ്ഞാൽ പൈസ ഉള്ളപ്പോൾ മാത്രം ഒരു ടൈപ്പ് കൂട്ടുകാർ, പൈസ ഇല്ലാത്തപ്പോൾ വേറൊരു ടൈപ്പ് കൂട്ടുകാർ, ഇങ്ങനെയാണ് പുള്ളിയുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഡീലിങ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു. അപ്പം ആൾ വരുമ്പോൾ തന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസ മൊത്തം തീർത്തിട്ട് പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരാളുടെ വീട്ടിൽ വിരുന്ന് പോകാനോ ഒന്നും പുള്ളിയുടെ ഒന്നുമില്ല, പെട്രോൾ അടിക്കാനോ ഒന്നുമില്ല. എന്തെങ്കിലും വേണമെങ്കിൽ പേരൻസിനോട് ചോദിക്കണം. ഇവർ ഈ മഹർ തന്നെ വാങ്ങിയത് നമ്മുടെ ഈ സ്ത്രീധനത്തിൻ്റെ ഈ പൈസ കൊടുത്തതിനകത്തു നിന്നാണ് ഇവർ ഈ കല്യാണത്തിനുള്ള മഹർ തന്നെ വാങ്ങിയത്. എന്നിട്ട് ഇതുപോലെ ലാസ്റ്റ് ഈ പുള്ളിക്കാരൻ നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഫാദർ വേണം ടിക്കറ്റ് എടുത്ത് കയറ്റി വിടാനായിട്ട്. അപ്പോൾ തന്നെ എനിക്ക് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഫസ്റ്റ് ബേബീനെ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ പറഞ്ഞു മകനൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു 10-15 പവനിൽ നിന്ന് 15 പവൻ എടുത്ത് ഇവർ കൊണ്ടുപോയി വിറ്റ്, അന്ന് ഞാൻ പ്രഗ്നൻ്റ് ടൈമാണ്, ഇവർ കൊണ്ട് വിറ്റിട്ട് ഇവരുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു ബിസിനസ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ബിസിനസ് ഇങ്ങനെ ഒക്കെ തുടങ്ങി സ്റ്റാർട്ടായി. അന്നത്തെ അത്രയും സ്വർണം വിറ്റിട്ട് ബിസിനസ് സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിന് കുഴപ്പമില്ല, ആളുമായിട്ടൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ പ്രഗ്നൻ്റ് അല്ലേ, അപ്പം ഈ പ്രഗ്നൻസി സമയത്ത് ഈ ഹസ്ബൻഡിനെ നാട്ടിൽ വരുത്താനോ ഒന്നും ഈ പേരൻസ് ഒന്നും കൂട്ടാക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ ആ ടൈമിൽ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയണ്ടല്ലോ, നാട്ടിൽ വന്ന ആൾ സ്വാഭാവികം ഉഴപ്പി നടക്കും. പിന്നെ നമുക്ക് ഹസ്ബൻഡിനെ കാണാനൊക്കെ ഒരുപാട് ആഗ്രഹവും കാര്യമുണ്ട്. പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഹസ്ബൻഡിൻ്റെ പ്രസൻസ് നമ്മുടെ കൂടെ വേണം എല്ലാം. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യവും എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇതുപോലെ എൻ്റെ ബേബിയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ഹസ്ബൻഡ് ഈ ഇട്ട ഒരു ബിസിനസ്സിൽ നന്നായിട്ട് ഉഴപ്പാൻ തുടങ്ങി. അങ്ങനെ ഈ ബ്രദർ ലോയുമായിട്ടൊക്കെ തെറ്റി അവർ ആ ബിസിനസ് എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾ കുട്ടീനെ കാണാമെന്ന് പറഞ്ഞ് നാട്ടിൽ വന്ന സമയത്ത് ആണ് പറയുന്നത് എന്നെയും കുട്ടീനെയും കൂടെ അങ്ങ് കൂടെ കൊണ്ടുപോയി നിർത്താം, നമ്മൾ ഈ കൊടുത്ത സ്ത്രീധനത്തിൻ്റെ കൂടെ കുറച്ച് പൈസയും കൂടെ നമ്മുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കണം, ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ഭർത്താവിൻ്റെ കൂടെ ഞാൻ നിന്നിട്ടില്ലല്ലോ, അപ്പോൾ എനിക്ക് പുള്ളിയുടെ കൂടെ നിൽക്കാനുള്ള കൊതി കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് കരഞ്ഞു. എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞു, എനിക്ക് ഇക്കാടെ കൂടെ നിൽക്കണം, എന്തായാലും എനിക്ക് കുറച്ച് പൈസയും കൂടെ എങ്ങനെയും അറേഞ്ച് ആക്കി തരണം. അങ്ങനെ നമ്മൾ പിന്നെയും പൈസ അറേഞ്ച് ആക്കി കൊടുത്ത് 3 മാസം വിസിറ്റിങ്ങിന് കൊണ്ടുപോയി എന്നെയും കുട്ടീനെയും കൂടെ നിർത്തിയിട്ട് അതേപടി തിരിച്ച് കയറ്റി വിട്ടു. നമുക്കതിനുള്ള യോഗമൊന്നുമില്ലായിരുന്നു ഒരു ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കാനും ആളുടെ കെയറിങ് കിട്ടാനും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ 2ാമത്തെ മോനെ ആകെപ്പാട് ഒരു തവണയെ പുള്ളിക്കാരൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ മൂത്ത മോന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കാലത്തും പുള്ളിക്കാരൻ എന്നെ ഉപദ്രവിക്കുന്നതും വീട്ടുകാരെ ഉപദ്രവിക്കുന്നതും ഒക്കെ കണ്ടിട്ടാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു കുട്ടിക്കാലം ഉണ്ടായത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളും ഒക്കെ കണ്ടാണ് എൻ്റെ മൂത്ത കുഞ്ഞ് വളർന്നു വന്നേക്കുന്നതൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഞാൻ ഈ വീട്ടിലെ ഫണ്ട് ഇങ്ങനെ കടം വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബ്രദറിൻ്റെ വീട് പണി തീരാതെ കിടക്കുക. അപ്പോൾ ഈ ബ്രദറിൻ്റെ ഭാര്യയും ബ്രദറും കൂടെ ഈ വീട് പണി എങ്ങനെയും തീർത്ത് ഇവർക്ക് മാറണം, ഇവർക്ക് നാട്ടിൽ വന്ന് സെറ്റിലാകണമെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചല്ല നമ്മുടെ പേരൻസിനെ വിളിച്ചിട്ട് സോപ്പിട്ട് ഇവർ മൊത്തം ബാക്കി ഉണ്ടായിരുന്ന മിച്ചം
മൊത്തം സ്വർണവും ഇവർ വിപ്പിച്ച് ഇവരുടെ വീട് പണി തീർത്ത് ഇവർ മിടുക്കരായിട്ട് കയറി താമസിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇവർ കാര്യം കാണാൻ വേണ്ടിയാണ് ഇവർ നമ്മളോട് സ്നേഹത്തിൽ വരുന്നത്. പക്ഷേ ഇവർക്ക് ഇടയ്ക്കൂടെ നമുക്കിട്ട് നല്ല പണിതരലാണ്. ഓ ഇത് വേണ്ടായിരുന്നു, ഈ ബന്ധം വേണ്ടായിരുന്നു, അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു. നമ്മുടെ സ്വർണം എടുത്തിട്ടാണ് ഇവർ വീട് പണി തീർത്തതും കാര്യങ്ങളും ഒക്കെ. അതിനുശേഷം ഞാൻ 2 മാസത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി മസ്കറ്റിലോട്ട് പോയി. ആ കൊതി കൊണ്ട് ആളുടെ കൂടെ കുട്ടീനെ നാട്ടിൽ കൊടുത്തിട്ട് ആളുടെ കൂടെ നിൽക്കാൻ വേണ്ടി ഞാൻ മസ്കറ്റിലോട്ട് പോയി. മസ്കറ്റിലോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് വിസിറ്റിങ്ങിലാണ്, ഫാമിലി വിസിറ്റിലാണ് ഞാൻ പോകുന്നത്. പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ നമുക്ക് ജോലി കിട്ടണ്ടേ, ജോലി കിട്ടിയില്ലെങ്കിൽ ആൾ നമ്മളെ തിരിച്ച് കയറ്റി വിടുകയും ചെയ്യും. അപ്പം ഞാൻ എനിക്കാണെങ്കിൽ വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളും ഇല്ലായിരുന്നു ആ ഒരു സമയത്ത്. ബ്യൂട്ടീഷ്യനിലാണെങ്കിൽ വലിയ എക്സ്പീരിയൻസ്, എനിക്ക് ആ പ്രൊഫഷൻ, എനിക്ക് എൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ ആ പ്രൊഫഷനിൽ ഞാൻ പോകത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കാനുള്ള കൊതി കൊണ്ട് ഞാൻ ആ ഒരു പെട്ടെന്ന് ജോലി കിട്ടും എന്നുള്ള ഒരു ഇതിൽ ഞാൻ ബ്യൂട്ടീഷ്യനാണ് പഠിച്ചത്. പിന്നെ മസ്കറ്റിലൊക്കെ സ്ത്രീകൾക്ക് വിസ കിട്ടാൻ ഭയങ്കര പാടാണ്. നമുക്ക് ഇപ്പം ഹെൽത്ത് പരമായിട്ടുള്ള ഒരു കോഴ്സ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വിസ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെങ്കിൽ ഗദ്ദാമ, ബ്യൂട്ടീഷ്യൻ, പിന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടത്തുള്ളൂ. അല്ലേ പിന്നെ ഫാമിലി വിസ ആയിരിക്കണം. നമ്മുടെ ഹസ്ബൻഡ് ഫാമിലി വിസ എടുത്ത് നമ്മളെ കൊണ്ടുപോകാനും വില്ലിങ് അല്ലായിരുന്നു. അപ്പം നമ്മൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് കിട്ടിയ ഒരു ജോലി എന്ന് വെച്ചാൽ ആഫ്രിക്കക്കാരുടെ ഒരു കമ്പനിയിലാണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പോൾ ആഫ്രിക്കക്കാരുടെ കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയ മെച്ചമൊന്നുമില്ല. അവിടെ സാലറി അല്ലായിരുന്നു, 50-50 ബേസിലാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയത്. അപ്പം എന്താന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ സ്റ്റാർട്ടപ്പ് സലൂണായിരുന്നു അത്. ആ സ്റ്റാർട്ടപ്പ് സലൂണിൽ അവിടെ വലിയ ബിസിനസ് ഒന്നുമില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ പകുതി മേഡത്തിനും പകുതി എനിക്കും. അവിടെ ബിസിനസ്സേ ഇല്ലായിരുന്നു. എനിക്ക് കിട്ടുന്നത് മന്ത്ലി 20 റിയാല് 30 റിയാല്, ഇവിടുത്തെ 6000 രൂപ 7000 രൂപയൊക്കെയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഇത്രയൊക്കെ സാലറി അല്ലേ കിട്ടുന്നുള്ളൂ, വലിയ സാലറിയും എന്നെ അവിടെ കൊണ്ടുവന്നിട്ട് കിട്ടുന്നില്ല. അപ്പോൾ പുള്ളിക്കാരന് ഇതുവരെ നമ്മളെ കൂടെ കൊണ്ടുവന്ന് വീടെടുത്ത് താമസിപ്പിച്ചിട്ടൊന്നുമില്ല. ഞാൻ അവരുടെ ആഫ്രിക്കക്കാരുടെ അക്കോമഡേഷനിൽ തന്നെ ആയിരുന്നു. അവിടെ നമുക്ക് ഈ ആഫ്രിക്കക്കാരുടെ ഇടയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അവരെന്ന് പറഞ്ഞാൽ ഒരു അക്രമ സ്വഭാവമാണ് അവർക്ക്. എനിക്ക് ശരിക്കും മസ്കറ്റിൽ പോയൊരു ഫീലിങ്സ് അല്ല എനിക്കുണ്ടായത്, എനിക്ക് ആഫ്രിക്കയിൽ പോയൊരു ഫീലിങ്സ് ആണ്. കാരണം ഞാനൊരു മലയാളി മാത്രം, മൊത്തം കാണുന്നതും കേൾക്കുന്നതും ആഫ്രിക്കക്കാരെ മാത്രം. എന്നിട്ട് ഒരു വീക്കിലി ആകുമ്പോഴത്തേക്കിന്, വീക്കെൻഡ് ആകുമ്പം സിസ്റ്ററിലോടെ വീട്ടിലോട്ട് പോകും. അങ്ങനെ കുറേയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മളെപ്പോഴും ചെല്ലുന്നത് അവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തുടങ്ങി. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായി. അങ്ങനെ നമ്മൾ ഇതുപോലെ ഹസ്ബൻഡുമായിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് സംസാരിച്ചു. ഇതിങ്ങനെ നമ്മളിങ്ങനെ വീക്കിലി ഇങ്ങനെ സിസ്റ്ററിലോടെ വീട്ടിൽ പോയിട്ട് കാര്യമില്ല, നിങ്ങൾ എന്തായാലും ഒരു വീടെടുത്ത് താമസിക്കുക. അങ്ങനെ വീടെടുത്ത് താമസിച്ച് ഒരു 2-3 മാസം നന്നായിട്ട് അൽഹംദുലില്ലാ നന്നായിട്ട് താമസിച്ചു പോയ സമയത്താണ് ഇതുപോലെ ആളുടെ വിസ പുതുക്കാനാന്ന് പറഞ്ഞ് നാട്ടിൽ പോകുന്നത്. നാട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ മസ്കറ്റിലായിരുന്നു. ആള് ഒരു 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് ആള് പോകുന്നത്. അപ്പോൾ ആള് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് നാട്ടിലാള് കള്ളും കഞ്ചാവും എല്ലാം ആയിട്ട് ഭയങ്കര സീനായിട്ട് ഇവരുടെ മദർ എന്നെ വിളിച്ചു. മദർ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഇവൻ ഇവിടെ ഭയങ്കര സീനാണ്. ഒരു ജർമ്മൻ ഷിപ്പ്യാർഡിനെ കൊണ്ടുവന്നിട്ട് എവിടുന്നോ പോയി കൊണ്ടുവന്നിട്ട് നാട്ടുകാരെയൊക്കെ കടുപ്പിക്കാൻ വേണ്ടി നടക്കുവാണ്. പിന്നെ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു, രാത്രി വീട്ടിലൊന്നും വരുന്നില്ല. അപ്പോൾ നീ എങ്ങനെയും വന്നിട്ട് ഇവനെ തിരിച്ചു കൊണ്ടുപോകാൻ നോക്ക്. അപ്പം ഞാൻ ചെന്നിട്ട് നമ്മുടെ മേഡത്തിനോട് സംസാരിച്ചു, എൻ്റെ അറബിയോട് സംസാരിച്ചു. അപ്പം മേഡം പറഞ്ഞ് ഞാൻ കള്ളം പറയുന്നതാണ്. ബിക്കോസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇന്നസെൻ്റ് ആയിട്ടാണ് ബിഹേവിങ് എല്ലാവരുടെ. നമ്മളെ ഹസ്ബൻഡിൻ്റെ ഒരു കുറ്റം ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ബിക്കോസ് അതുപോലത്തെ പെർഫോമൻസ് ആണ് ആള്. അയ്യോ ആളിങ്ങനെയൊക്കെയോ. അപ്പം മേഡം പറയുന്നു ഞാൻ കള്ളം പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പം മേഡം പറഞ്ഞു നിന്നെ ഞാൻ വിടാം, നിൻ്റെ പാസ്പോർട്ട് ഞാൻ തരാം. പക്ഷെ നിൻ്റെ പാസ്പോർട്ട് തരണമെങ്കിൽ എനിക്ക് ഒരു 1 ലക്ഷം രൂപ നിനക്ക് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നിൻ്റെ വിസയ്ക്ക് വേണ്ടി. ഈ പൈസ നീ റിട്ടേൺ തരുവാണെങ്കിൽ നിൻ്റെ പാസ്പോർട്ട് തന്ന് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഗോൾഡ് മൊത്തം ഇവരെടുത്തായിരുന്നു, വീട്ടുകാരെ ഓരോ കാര്യത്തിനും എടുത്തായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലുള്ളത് മഹർമാല മാത്രമേ ഉള്ളൂ. ഈ മഹർമാല കൊണ്ടുപോയി ഞാൻ വിറ്റേച്ച് ഈ മേഡത്തിന് പൈസ കൊടുത്തിട്ട് നമ്മൾ നാട്ടിൽ കയറി വന്നപ്പോൾ ആൾ വിളിക്കാനൊക്കെ വന്നു കേട്ടോ. നമ്മൾ വിളിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ചോദിച്ചു എന്താ പ്ലാനെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു അതൊക്കെ പറയാമെന്ന് പറഞ്ഞു. എനിക്കിനി ഗൾഫിൽ ഇത്രയും നാളും ഞാൻ ഗൾഫിലൊക്കെ നിന്ന് എനിക്കിനി ഗൾഫിലൊന്നും നിൽക്കാൻ വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താ പ്ലാൻ. അപ്പോൾ ആളെന്നോട് പറഞ്ഞു ആളെന്തോ ബോംബെക്ക് എന്തോ പോവുകയാണ്, എന്തോ ഒരു പരിപാടിക്ക് എന്നാണ് പോവുകയെന്നൊക്കെ പറഞ്ഞ്. അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ കുറച്ച് വഴക്കൊക്കെ ഉണ്ടായി. എന്നെ എൻ്റെ ഫാദറിനെ മദറിനെ ആൾ ഉപദ്രവിച്ചു, ഭിത്തിക്ക് വെച്ച് അടിച്ച്, ഞങ്ങളെ ഭിത്തിക്ക് അടിച്ചു.
അപ്പോൾ നമ്മളത് പോലീസ് കേസൊക്കെ ആയി. അപ്പം ഹോസ്പിറ്റലിൽ പോയി അഡ്മിഷൻ ആയായിരുന്നു. അപ്പോൾ അത് ഇൻറ്റിമേഷനൊക്കെ പോയി അത് ഒരു റിമാൻഡിലേക്ക് പോകുമെന്ന് കണ്ടപ്പോൾ ഇവർ പാർട്ടിക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ഒത്തുതീർപ്പെന്നുള്ള രീതിയിൽ സംസാരിച്ച് എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഇവർ നമ്മളെ കൊണ്ട് ഈ പരാതി പിൻവലിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആണ് ഇതുപോലെ പുള്ളിക്കാരന് കുറച്ച് ദിവസം കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ദിവസം രാത്രിയിൽ പുള്ളിക്കാരൻ ഡ്രിങ്ക്സ് അല്ല ലിക്വറും ബിയറും കൂടെ ഒരുമിച്ചടിച്ചിട്ട് വന്നിട്ട് ഈ പുള്ളിക്കാരൻ നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി. ഇവരുടെ മദറിനെ ഉപദ്രവിച്ചു. പുള്ളിക്കാരിയുടെ ഏണിൻ്റെ ഭാഗം 4ആയിട്ട് ഒടിഞ്ഞുപോയി. എല്ലാവരെയും ഉപദ്രവിച്ചു. എന്നെ ഉപദ്രവിച്ചു, പുള്ളിക്കാരൻ്റെ ഫാദറിനെ ഉപയോഗിച്ചു, മദറിനെ ഉപദ്രവിച്ചു, എല്ലാവരെയും ഉപദ്രവിച്ചു. പുള്ളിക്കാരിയുടെ ഏണിൻ്റെ ഭാഗം 4ആയിട്ട് ഒടിഞ്ഞുപോയി. എന്നിട്ട് പുള്ളിക്കാരൻ അങ്ങ് പാസ്പോർട്ടും വീട്ടിൻ്റെ വാതിക്കെ കിടന്ന വണ്ടി എടുത്തിട്ട് കടന്നു കളഞ്ഞു. അപ്പോൾ നമ്മൾ ഈ മദറിലോടെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ ഇതുപോലെ പ്ലാൻ ചെയ്തു. നമുക്ക് ഈ പുള്ളിക്കാരൻ്റെ ഈ ആൽക്കഹോളിൽ നിന്നുള്ള ഒരു സ്വഭാവം മാറ്റണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞാനും ഈ മദർലോയും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ട് പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഡി അഡിഷൻ സെൻറ്ററിൽ അഡ്മിഷൻ ആക്കാമെന്ന് കരുതി. അങ്ങനെ ഞാനും എൻ്റെ മദർലോയും കൂടെ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ട്, ചെത്തിപ്പുഴയിൽ പോയി ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് നമ്മൾ ഒരു ഉറക്ക ഗുളിക സെഡേഷൻ ടാബ്ലറ്റ്സ് വാങ്ങിച്ചിട്ട് ആൾക്ക് കൊടുത്ത് നമ്മൾ കുറേ പേര് കൂടി ഡി അഡിഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി 1 മന്ത് പുള്ളിക്കാരനെ അവിടെ കിടത്തി. അപ്പോൾ 1 മന്ത് ഞാനും പോയി 1 വീക്ക്, ലാസ്റ്റ് 1 വീക്കൊക്കെ പോയി കിടന്നായിരുന്നു. നമുക്ക് ഫാമിലി കൗൺസിലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളത് തിരിച്ചു വന്നു. പുള്ളിക്കാരൻ കുഴപ്പമില്ലായിരുന്നു. 3-4 മാസം കുഴപ്പമില്ല. പിന്നെ കൊറോണ ടൈം വന്നപ്പോഴത്തേക്കിന് ഇതുപോലെ പിന്നെയും പഴയ ഹാബിറ്റ്സ് എല്ലാം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതുപോലെ എന്താണെന്ന് വെച്ചാൽ സംഭവിച്ചത്, പുള്ളിക്കാരൻ ഭയങ്കര ചീട്ടുകളിയായിരുന്നു. വീട്ടിലെ എല്ലാ സാധനങ്ങളും മോഷ്ടിച്ച് വരെ ചീട്ടുകളി ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതുപോലൊരു പുള്ളിക്കാരൻ ഒരു അഡിക്ഷൻ ആയിപ്പോയി ചീട്ടുകളിയിൽ. ആ സമയം ഇവരുടെ മദർ മാനസികമായിട്ട് ഭയങ്കര ഡൗൺ ആയി. ഇത്രയൊക്കെ ചെയ്തിട്ടും മോൻ നന്നാവുന്നില്ലല്ലോ എന്നുള്ളൊരു സ്റ്റേജ് വന്നു. അപ്പോൾ അവരാണെങ്കിൽ മാനസികമായിട്ട് ഡൗൺ ആയി. അപ്പോൾ ഒരു ദിവസം രാവിലെ അവരെൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കാലെ പിടിച്ചിട്ട് മാപ്പ് പറഞ്ഞു. നിന്നോട് ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, നിന്നെ ഇവൻ്റെ തലയെ കൊണ്ടുവന്ന് വെച്ച് തന്നത് ഞാനാണ്. അപ്പം ഇവൻ്റെ ഒരു കുഞ്ഞേ ആവാവുള്ളൂ, ഇനി ഒരു കുഞ്ഞും കൂടി ഇവൻ്റെ ആവല്ല, ഇവൻ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവനാന്ന് ഇവരുടെ മാതാവ് വന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരി അന്ന് ഫുഡൊന്നും അങ്ങനെ അധികം കഴിച്ചൊന്നുമില്ല. അന്ന് രാത്രി അന്ന് രാവിലെ തൊട്ട് ഇവർ ഭയങ്കര സീനായിരുന്നു. ഈ മദർ ഭയങ്കര സീനെന്ന് പറഞ്ഞാൽ നമ്മളോട് മോശമായിട്ടുള്ള രീതിയിലല്ല. പുള്ളിക്കാരി മെൻ്റലി ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു അന്ന് രാവിലെ മുതലേ. എന്നോടിങ്ങനെ വന്ന് പറഞ്ഞതിന് ശേഷം അന്ന് രാത്രി ഇവർ സൂയിസൈഡ് ചെയ്തു. ഈ അമ്മ സൂയിസൈഡ് ചെയ്ത്. അപ്പം ഈ സൂയിസൈഡ് ചെയ്ത സമയത്ത് നമ്മുടെ വീട്ടിലൊരു തീരാ ദുഃഖമായിരുന്നു ഇവരിങ്ങനെ ചെയ്തത്. കാരണം എനിക്ക് എല്ലാം കൊണ്ടും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരു പാവം സ്ത്രീ ആയിരുന്നു അവർ. ആ വീടിൻ്റെ വിളക്കായിരുന്നു അവർക്കെന്തോ മാനസികമായിട്ട് ഒത്തിരി ഡൗൺ ആയിട്ട് അവർ സൂയിസൈഡ് ചെയ്തു. ആ ഒരു സമയത്ത് നമ്മുടെ ശത്രുക്കൾ, ഈ മറഞ്ഞിരിക്കുന്ന നമ്മുടെ ശത്രുക്കൾ എന്നെ കൂടെ ഇതിനകത്ത് കരുവാക്കി. ഈ പുള്ളിക്കാരി മരിച്ചത് ഞാനും കൂടെ ഉള്ള ഒരു പീഡനത്തിൻ്റെ പേരിലാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ഇപ്പോഴാണ് ഈ കമൻസിലൊക്കെ പൊങ്ങി വന്നിരിക്കുന്നത്. നമ്മൾ ഒരു കാലത്തും നമുക്ക് നീതി കിട്ടരുത്, നമ്മൾ രക്ഷപ്പെടല് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ കമൻ്റ് ഇടുന്ന ഈ ശത്രുക്കൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ഫാദറിലോ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ലേഡിയുമായിട്ട് ഈ കല്യാണം കഴിച്ചു. പുള്ളിക്കാരനൊരു കൂട്ട് വേണം എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളിക്കാരൻ തൊട്ടടുത്തുള്ളൊരു ലേഡീനെ കല്യാണം കഴിച്ചു. അങ്ങനെ അവർ വേറെ വീട്ടിലൊക്കെയാണ്. ഞാൻ ഹസ്ബൻഡും മോനും ഇങ്ങനെ ജീവിച്ച് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ തൊട്ടടുത്തുള്ള 3-4 പേരുമായിട്ടൊരു ഫാം എടുക്കുന്നത്. പോത്തുകളുടെ ഒരു ഫാം എടുത്ത് ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഫാം എടുത്തപ്പോഴത്തേക്കിനും കുഴപ്പമില്ലായിരുന്നു നമുക്ക്. പക്ഷേ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ കൂട്ടുകാരിയുമായിട്ട് തെറ്റി. ഈ ഫാമിനകത്തുനിന്ന് ഒരു 19 പോത്തിനെ
മോഷ്ടിക്കാൻ വേണ്ടി കൂട്ടുനിന്നു. ഒരു കേസിലെ 4ാം പ്രതിയായി. അങ്ങനെ ഈ പുള്ളിക്കാരൻ ഒളിവിൽ പോയ സമയത്താണ് ഞാൻ വീട്ടിൽ വന്നു. ഇനി എന്തിനാണ് ഇങ്ങനെ ഇത്രയൊക്കെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ടായി എന്നിട്ടും ആൾ പഠിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു സ്റ്റേജ് വന്ന് എനിക്ക് മനസ്സിൽ തോന്നി. ഞാൻ വീട്ടിൽ വന്നു. ഈ ഒരു കുട്ടീനെ എങ്ങനെയെങ്കിലും നോക്കാം, നമ്മൾക്ക് ഗൾഫിലായാലും പോയി വീട്ടിൽ കൊടുത്തിട്ട് ഈ കുട്ടീനെ എങ്ങനെയെങ്കിലും നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനാണ് ഗൈസ് ഞാൻ അറിയുന്നത് ഞാൻ 2ാമത്തെ കുട്ടിയുടെ ഉമ്മയാകാൻ പോകുന്നെന്ന് സർപ്രൈസ് ആയിട്ട് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ മെൻ്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആയിപ്പോയി. ഒരു പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരു കുട്ടിയും കൂടെ നമ്മുടെ ലൈഫിലോട്ട് വരാൻ പോകുന്നെന്ന് ഞാൻ അറിയുന്നത്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് ജയിലിൽ കിടത്തിയില്ല ഫാദറിലോ, ബിക്കോസ് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം എടുത്തു. അങ്ങനെ പുള്ളിക്കാരൻ ഒരു 2 മാസം ഒളിവൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ വീട്ടിൽ ഇതുവരെ നമ്മുടെ വീട്ടിൽ താമസിക്കാത്ത ആള് നാട്ടിലോട്ട് പോകാനുള്ള നാണക്കേട് കൊണ്ട് നമ്മുടെ വീട്ടിൽ സ്റ്റേ ചെയ്ത് നമ്മുടെ അനിയത്തിമാർ 3 പേര് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ഫാദറുണ്ട്, മദറുണ്ട്. അവരൊക്കെ ലോക്കൽസ് എന്ന് പറഞ്ഞ ഫാമിലിയാണ്. നമ്മുടെ വീട്ടിൽ വന്ന് 10-20 ദിവസം താമസിച്ചു. നമ്മൾ ഒരു ഇതും കാണിച്ചില്ല. നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട്ടുകാർ എല്ലാം കൊടുത്ത് മരുമോനെ നോക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പ്രഗ്നൻ്റ് ആണ് ആ സമയത്ത്. എനിക്ക് പുള്ളിക്കാരന് ജോലിയൊന്നുമില്ല. അപ്പം നമ്മുടെ വീട്ടുകാർ തന്നെയാണ് 2ാമത്തെ പ്രസവത്തിൻ്റെ ചെക്കപ്പും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. നമുക്ക് യാതൊരുവിധ ഒരു ഇതും പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ള വകുപ്പില്ല. ബിക്കോസ് ആൾക്ക് ജോലിയില്ലെന്നാണ് ആൾ പറയുന്നത്. അങ്ങനെ ഒരു 5 മാസമൊക്കെ ആയപ്പോഴത്തേക്കിന് എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിലെ ക്ഷീണമൊക്കെ മാറിയപ്പോഴത്തേക്കിന് വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ മാറിയപ്പോൾ ഞാൻ തന്നെ ആളോട് പറഞ്ഞു, നമുക്കങ്ങ് നാണക്കേടൊന്നും ഓർക്കണ്ട, നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ ആളെയും കൂട്ടിക്കൊണ്ട് നമ്മൾ തിരിച്ച് ആളുടെ നാട്ടിലോട്ട് തന്നെ പോയി. പിന്നെ ഒരു 9 മാസമൊക്കെ അവിടെ പുള്ളിക്കാരൻ ചെറിയ ചെറിയ ജോലിക്കെല്ലാം പോയി നിന്ന്. അപ്പോഴത്തേക്കിന് മസ്കറ്റിൽ പോകാനുള്ള ഒരു വിസയൊക്കെ ആൾക്ക് റെഡി ആയിരുന്നു തിരിച്ചു പോകാൻ വേണ്ടി. ബിക്കോസ് ഞാൻ ഇങ്ങനെ പ്രഗ്നൻറ്റും കൂടെ അല്ലേ. അപ്പം പിന്നെ മുന്നോട്ടുള്ള കാര്യത്തിലൊരു നാട്ടിൽ നിന്നിട്ടൊന്നും വലിയ കാര്യമില്ലെന്നൊക്കെ മനസ്സിലായി. ആൾക്കൊരു ബോധം വന്നായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് നമ്മൾ ഇതുപോലെ മസ്കറ്റിന് തിരിച്ചു പോയി. എൻ്റെ ഡെലിവറിക്ക് മുമ്പ് ആൾ പോകാൻ നോക്കി. പക്ഷേ ആൾക്ക് അന്ന് കൊറോണ ടൈം ആയതുകൊണ്ട് കൊറോണ ചെക്ക് ചെയ്തപ്പോൾ RT-PCR പോസിറ്റീവ്, ക്വാറന്റൈനായി ആൾ. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ ആകെപ്പാട് 2ാമത്തെ കുഞ്ഞിനെ ഒറ്റ തവണ ആൾ കണ്ടിട്ടുള്ളൂ. ആ കുഞ്ഞിനെ കണ്ട് ആൾ പിറ്റേന്ന് ഗൾഫിന് കയറിപ്പോയി. പിന്നെ ഒരു 7-8-9 മാസം ആൾ നമുക്ക് ചിലവിനും കാര്യങ്ങളും ഒക്കെ അയച്ചു തന്നു. നമ്മൾ ആളുടെ വീട്ടിൽ തന്നെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മോൻ്റെ സർജറിയും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ ആ സർജറിക്ക് പുള്ളിക്കാരൻ പൈസ അടച്ചില്ല. അപ്പം നമ്മളങ്ങനെ പിണങ്ങി നമ്മൾ നമ്മുടെ വീട്ടിലും പിന്നെയാണ് പുള്ളിക്കാരൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഈ കമൻറ്റിൽ വന്ന് പറഞ്ഞ ആളോട് എനിക്ക് ഒരു മറുപടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ കാര്യങ്ങളും മക്കളെ നിങ്ങൾക്കറിയാം. എന്നിട്ട് എൻ്റെ ശത്രുവശത്തിൻ്റെ പക്ഷം ചേർന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വളരെ മോശമാണ്. എന്താണെന്ന് വെച്ചാൽ നിൻ്റെ വീട്ടിലും പെങ്ങളും അമ്മയും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഇവർക്കൊക്കെ ഈ ഒരു ഗതി നാളെ വരില്ലെന്ന് പറയാൻ ഒരു ഉറപ്പുമില്ല. മേ ബി വരും. കർമ്മ എന്ന് പറയുന്നത് ബൂമറാങ് ആണ്. ഇത് ഉറപ്പായിട്ട് നിൻ്റെ വീട്ടിലും മകനെ കിട്ടും. നീ കുറേ പേരെ കൊണ്ട് ഈ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് അവരുടെ ഫോണൊക്കെ എടുത്തിട്ട് തെറി വിളിപ്പിക്കുന്നു, നീ അത് ചെയ്യിപ്പിക്കുന്നു, ഇത് ചെയ്യിപ്പിക്കുന്നു. ഞങ്ങൾ ആരും പേടിക്കാൻ പോകുന്നില്ല. ഇനി ഈ ലൈഫിൽ ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. 27 വയസ്സിൽ വിധവയായ പെണ്ണാണ് ഞാൻ. ഈ 2 കുഞ്ഞുങ്ങളെ ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ എൻ്റെ ലൈഫിൽ ഇനി ഒന്നും വരാനില്ല മോനെ. നീ നിൻ്റെ കാര്യം നോക്കി പഠിത്തമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ജോലി വാങ്ങിച്ച് നിൻ്റെ കുടുംബം നോക്ക്. എൻ്റെ കുടുംബത്തോട്ട് വന്ന് നീ കളിക്കാൻ നിൽക്കണ്ട. എനിക്ക് ഇത്രയേ ഉള്ളൂ മോനെ നിന്നോട് പറയാനായിട്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്ത വിവരങ്ങളുമൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ നെക്സ്റ്റ് വ്ളോഗിൽ വരുന്നതാണ്. ഓക്കെ.